ഹലോ ഗൈസ്, വണ്ടർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു കപ്സ ഉണ്ടാക്കിയാലോ? ഇന്ന് ഉച്ചത്തെ ഫുഡ് കപ്സയാണ്. കപ്സയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു, അച്ഛ ഒരു കപ്സ കിറ്റ് കൊടുത്ത് വിടുമെന്ന്. അപ്പോൾ കപ്സ കിറ്റും ചിക്കനും ഓൺ ദ സ്പോട്ടിൽ കൊടുത്തു വിട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അടുക്കളയിൽ കയറി, ഞാനും ചേച്ചിയും കുഞ്ഞും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇതിൽ ചെറിയൊരു പങ്കുണ്ടേ. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവാള ഇടാവുന്നതാണ്. ഉള്ളി കളറ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിലൂടെ ഞാൻ പോയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിയുടെ കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ 3 തക്കാളിയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് ജാറിനകത്തേക്ക് ഇട്ട് നന്നായി ജ്യൂസ് ആവണം. നന്നായി ജ്യൂസ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴേക്കും ചെറിയ സ്മെല്ലൊക്കെ വരും കേട്ടോ. അത് വഴറ്റി വന്നതിന് ശേഷം ബ്ലാക്ക് ലെമൺ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, മാഗി ക്യൂബ്, മാഗി മസാല എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂനും മിക്സ് ചെയ്യണം. അവൾ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും, വീണ്ടും പോവും, വീണ്ടും വരും. അതായിരുന്നു അവളെ പരിപാടി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുന്നത് വരെ അത് മിക്സ് ചെയ്യാവുന്നതാണ്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പുതിന, മല്ലിച്ചപ്പ് ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അമ്മ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ കയ്യിലാക്കണ്ടല്ലോ. അമ്മ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് സെറ്റായിട്ട് വരണം. ചെറുതായിട്ടൊന്ന് വേവിക്കണം. അതുവരെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് ആ വേവി കിടന്നിട്ടാണ് വേവേണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി വന്നിട്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടി നടക്കുക. അവൾ എന്നെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് താക്കുമായിരുന്നേ. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ മസാലയിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ചെറിയൊരു തിളയ്ക്കുന്ന ടൈമിലാണ് നമ്മൾ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് അതൊക്കെ സെറ്റായി വന്ന് നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്.